അംഗനവാടിയിലൂടെ ഒരു അനുഭവം വന്നിട്ടുണ്ട്. അംഗനവാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അംഗനവാടിയിലെ ടീച്ചറാണ് അയച്ചു തന്നത്. കുറച്ച് മുന്നേ അയച്ചു തന്നിരുന്നു. കോഴിക്കോടാണ് എന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. ഇന്ദു ഇന്ദു ചേച്ചി. നമുക്ക് കേൾക്കാം ട്ടോ. അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ ഗുരുവായൂരിലേക്കൊരു യാത്ര പോവുകയാണ്. ഉത്സവമൊക്കെ അടുക്കല്ലേ. അപ്പോൾ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആയിക്കോട്ടെ ഈ അനുഭവം എന്ന് വിചാരിച്ചു. അപ്പം ഇത് പെട്ടെന്ന് തന്നെ പറയണം. ഉത്സവത്തിന് മുമ്പേ തന്നെ പറയാമെന്ന് വിചാരിച്ചു ട്ടോ. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? കണ്ണടച്ച് നമുക്ക് ഗുരുവായൂരിലൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടുവരാം. നമസ്കാരം ശ്രീകാന്ത് സാർ. ഞാൻ എൻ്റെ ഹസ്ബൻഡിനുണ്ടായ ഒരു ചെറിയ അനുഭവം ഇവിടെ പങ്കുവയ്ക്കുകയാണ് കേട്ടോ. എൻ്റെ പേര് ഇന്ദു, അങ്കണവാടി ടീച്ചറാണ്. ഇതിനു മുമ്പ് ഞാനൊരു അനുഭവം പങ്കുവച്ചിട്ടുണ്ട്. ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് ഉണ്ടാകാറുണ്ട് കേട്ടോ. ഗുരുവായൂരിൽ ഉത്സവം നടക്കുന്ന സമയമാണ്. എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ചേച്ചി ചോദിച്ചു, ടീച്ചറെ നമുക്ക് ഗുരുവായൂരിൽ ഉത്സവം കാണാൻ പോയാലോ? ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു, ഇല്ല, ഞാനില്ല, നിങ്ങളെല്ലാവരും പോയി കണ്ടുവരൂ. എനിക്ക് സത്യത്തിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗുരുവായൂരിൽ പോകുന്നത്. പക്ഷേ ഞാൻ ഉത്സവം നടക്കുന്നത് തൊട്ട് മുമ്പേ പോയി വന്നതേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിക്കാൻ സാധിക്കില്ല. കാരണം നല്ല ദേഷ്യക്കാരനാണ്. പെട്ടെന്ന് ദേഷ്യം വരും. നീ എപ്പോഴല്ലേ പോയി വന്നത്, പോകണ്ട എന്ന് പറയും തീർച്ച. അതുകൊണ്ട് ഞാനൊന്നും ചോദിക്കാൻ പോയില്ല. എന്തൊക്കെയായാലും എന്നെ വളരെ ജീവനാണ്. ഞാൻ ആ കാര്യം മറന്നു കേട്ടോ. 2 ദിവസം കഴിഞ്ഞു. എന്നോട് എൻ്റെ ഹസ്ബൻഡ് പറയാണ്, നമ്മൾക്ക് ഉത്സവം കാണാൻ ഗുരുവായൂരിൽ പോകണ്ടേ? ഞാൻ വളരെ ശ്രദ്ധ കൊടുക്കാതെ പറഞ്ഞു, അവിടെ നല്ല തിരക്കായിരിക്കും. നിങ്ങൾക്ക് അത്രയും തിരക്കിൽ നിന്നിട്ട് തൊഴാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. നമുക്ക് പിന്നീട് പോകാമെന്ന് പറഞ്ഞു. പൊതുവേ തിരക്കുള്ള സ്ഥലത്ത് അധിക സമയം നിൽക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ നിരുത്സാഹപ്പെടുത്തിയത്. അങ്ങനെ ഉത്സവത്തിൻ്റെ അവസാന ഞായറാഴ്ച പോകണമെന്ന് നിർബന്ധം പറഞ്ഞു. ഞങ്ങൾ ഗുരുവായൂരിലേക്ക് ഞായറാഴ്ച യാത്രയായി. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉത്സവ സമയത്ത് പഴുക്കാമണ്ഡപത്തിൽ ഭഗവാനെ വയ്ക്കും, അടുത്ത് നിന്ന് തൊഴാം, അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. പഴുക്കാമണ്ഡപത്തിൽ നിന്ന് ആദ്യമായിട്ട് കണ്ണനെ കാണാൻ സാധിക്കുന്ന സന്തോഷത്തിലാണ്. നല്ല തിരക്കായിരുന്നു. ഞാൻ ക്ലോക്ക് റൂമിൽ ഫോൺ വെക്കാൻ പോയി. എൻ്റെ ഹസ്ബൻഡിനോട് വരിക്ക് പോയി നിൽക്കാൻ ഞാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് ഞാൻ പടിഞ്ഞാറേ നടയിലെ ക്ലോക്ക് റൂമിൽ തിരക്ക് കുറവാണെന്ന് നോക്കാൻ വരുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് വരിക്ക് നിൽക്കാൻ പോവാതെ സെക്യൂരിറ്റി നിൽക്കുന്ന കൊടിമരത്തിൻ്റെ അടുത്തായിട്ട് നിൽക്കുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ തൊഴുതോ? ഞാൻ തൊഴുത് പുറത്തിറങ്ങി. എനിക്കൊന്നും ഉറപ്പായി, എനിക്ക് ഇനി തൊഴാൻ സാധിക്കില്ല. എന്നെയും കൊണ്ട് വീട്ടിലേക്ക് ഇപ്പം മടങ്ങും. ഞാൻ ആകെ സങ്കടത്തിലായി. വരിക്ക് നിൽക്കാൻ എന്താ പോകാതിരുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. വരിയുടെ അവസാനം. ഞാൻ പിന്നെ എന്താ ചെയ്യുക? സെക്യൂരിറ്റി ചോദിച്ചു, പോയി നിൽക്കാൻ പറഞ്ഞു. ഞങ്ങൾ വരിയിൽ നിന്ന് തുടങ്ങിയിട്ടോ. അങ്ങനെ നിൽക്കുകയാണ്. കൊടിമരത്തിൻ്റെ അവിടെ വരെ ഞങ്ങൾ വരിയിരിക്കുന്ന സമയത്ത് അനൗൺസ്മെന്റ് വന്നു. പ്രത്യേകമായി പുണ്യാഹശുദ്ധി നടത്തേണ്ടതിനാൽ ഭഗവാന് ശ്രീകോവിൽ ഇരുത്തിയിരിക്കുകയാണ്. തൃപ്പടിയിൽ നിന്ന് മാത്രമേ ദർശനം കിട്ടൂ. ഞങ്ങൾ ഭഗവാനെ തൃപ്പടിയിൽ നിന്ന് കണ്ടു തൊഴുതു. എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് ദേഷ്യത്തിൽ ചോദിക്കുകയാണ്, തൃപ്പടിയിൽ നിന്ന് കാണാനാണോ ഇത്രയ്ക്ക് കഷ്ടപ്പെട്ട് വരി നിന്നത്? വേണ്ടായിരുന്നു, വെറുതെ വന്നു. വരണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കഷ്ടം, എനിക്ക് ശരിക്കും കാണാൻ സാധിച്ചില്ല. അങ്ങനെ 2-3 പ്രാവശ്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ പറയരുത്, പുറത്തുനിന്ന് തൊഴുതു പോകുന്നവരുണ്ട്. ഉത്സവത്തിന് വരാൻ സാധിച്ചില്ലേ, പിന്നെ എന്താ? പക്ഷെ അതൊന്നും കേട്ടില്ല. എനിക്ക് കണ്ണനെ ശരിക്കും കാണാൻ സാധിച്ചില്ല. പഴുക്കാമണ്ഡപത്തിൽ കാണാമെന്ന് കരുതി, അതും നടന്നില്ല. അങ്ങനെ ഞങ്ങൾ പുറത്തുപോയി ഭക്ഷണം കഴിച്ചു. കുറച്ച് സമയം ചുറ്റി നടന്നു. എനിക്ക് പ്രസാദകൂട്ടായ കഞ്ഞി കുടിക്കാത്തതിൽ ഒരു വിഷമമൊന്നും തോന്നിയില്ല കേട്ടോ. ഞാൻ കണ്ണനെ ശരിക്കും കണ്ട സന്തോഷത്തിലായിരുന്നു. കുറച്ച് ഫോട്ടോസ് എടുക്കാം, നമ്മൾ എന്തായാലും വന്നതല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കേശവന്റെ അടുത്തേക്ക് പോയി. അവിടെ വധൂവരന്മാരെ ഫോട്ടോഷൂട്ട് നടക്കുന്നു. കൂടെ ക്യാമറക്കാരുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് ഒരുപാട് വിവാഹം നടന്നിരുന്നു. അധികം പേരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ഞങ്ങൾ കേശവന്റെ അടുത്ത് നിന്നും ആലിൻ്റെ അടുത്തേക്ക്, ആ ചുവപ്പ് നിറത്തിലുള്ള ആല്, അവിടത്തേക്ക് മാറി. അത് എനിക്ക് തോന്നുന്നത് പിന്നെ മരപ്രഭുവിൻ്റെ ആയിരിക്കും. അവിടെ നിന്നും ഫോട്ടോ എടുത്തു. ഞങ്ങൾ തമാശ പറഞ്ഞിരിക്കുമ്പോൾ ഞങ്ങളുടെ ഒപ്പം ഒരു ഇരുനിറത്തിൽ ക്യാമറയും തൂക്കി ഒരു ചെറുപ്പക്കാരിയിരിക്കുന്നു. പെട്ടെന്ന് ഞങ്ങളെ നോക്കി ചിരിച്ചു. എന്നിട്ട് പറയാണ്, ഫോൺ തരൂ, ഞാൻ ഫോട്ടോ എടുത്തു തരാം. നിർബന്ധപൂർവ്വം ഫോൺ വാങ്ങി ഫോട്ടോ എടുത്തു. സ്ഥലം മാറി മാറി നിൽക്കാൻ നിർദ്ദേശിച്ചു. ഞങ്ങളതനുസരിച്ചു. തിരിച്ചു വരുമ്പോൾ ഞാൻ മുന്നിൽ നടന്നു, ഹസ്ബൻഡ് പിന്നിൽ. കുറച്ചു കഴിഞ്ഞ് ഹസ്ബൻഡിനെ ഞാൻ നോക്കുമ്പോൾ ഹസ്ബൻഡ് ആരെയോ തിരിഞ്ഞ് നോക്കുന്നു. ഞാൻ ചോദിച്ചു, എന്താ അവിടെ നിന്ന് നോക്കിയത്? ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി യാത്ര തുടങ്ങി. എന്നോട് ചോദിക്കുകയാണ്, നീ ശരിക്കും കണ്ണനെ കണ്ടോ? ഞാൻ പറഞ്ഞു, ജേട്ടനല്ലേ പറഞ്ഞത് സെക്യൂരിറ്റി വഴക്ക് പറഞ്ഞാലും ശരിക്കും നിന്ന് കാണാമെന്ന്. അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം കണ്ടു നിന്നു. എന്നാൽ അതല്ല, നമ്മളെ ഫോട്ടോ എടുത്ത ആളെ. ഞാൻ നടന്നു വരുമ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ നമ്മളെ ഫോട്ടോ എടുത്ത ആളെ കാണാനേ സാധിച്ചില്ല. എൻ്റെ പിന്നിലുണ്ടായിരുന്നു. വേറെ വഴിയൊന്നും അവിടുന്ന് പുറത്തേക്ക് പോകാൻ ഞാൻ കണ്ടിട്ടില്ല. നിന്നെ ഉത്സവത്തിന് കൊണ്ടുവരാൻ കാരണം തന്നെ നിന്നെയും
കൊണ്ട് ഉത്സവത്തിന് വന്നത് ഞാൻ സ്വപ്നം കണ്ടിട്ടാണ് എന്ന് പറഞ്ഞു. ഇത് ത്രിമധുരത്തിൽ അറിയിക്കണമെന്ന് എൻ്റെ മനസ്സിൽ കുറേ ദിവസമായി തത്തിക്കളിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ആ നിമിഷമില്ലേ, ഹസ്ബൻഡ് ആ തിരിഞ്ഞു നോക്കുന്ന ആ ചെറുപ്പക്കാരനെ നോക്കുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ, ഞാനേ കണ്ടുള്ളൂ, ഞാനേ കണ്ടുള്ളൂ, വീണ്ടും പറയാണ്. അതൊരു ഐക്കോണിക് ഡയലോഗാണല്ലേ, സിനിമയിലുള്ളതാണെങ്കിലും. പക്ഷേ ഒരുപാട് ആളുകൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് മനസ്സിലുണ്ടാവാറുണ്ടല്ലേ. ആ കാർവർണ്ണനായിട്ട് ഫോട്ടോഗ്രാഫറായിട്ട് വന്നത് ഹസ്ബൻഡിൻ്റെ മനസ്സിൽ ഭഗവാനായിട്ട് തന്നെയാണ് എന്നുള്ളതാണ് ഇന്ദു ചേച്ചി പറഞ്ഞത്. അപ്പോൾ എന്താ അനുഭവം അല്ലേ, നല്ല സുഖമായില്ലേ, നല്ല ഗുരുവായൂരിൽ അവസാനത്തെ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കുന്ന അതൊരു സിനിമാ ക്ലൈമാക്സ് മാതിരി തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് ഇതൊക്കെ പറയുമ്പോൾ നന്ദനത്തിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രയും മനോഹരമായിട്ട് ക്ലൈമാക്സ് വന്നൊരു സിനിമ ഗുരുവായൂരായിട്ട് ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ. അതുകൊണ്ട് തന്നെയാണ് അതിനെ റിലേറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. എന്താ കഥ, എന്തെല്ലാം അനുഭവങ്ങളാണ്, എന്തൊരു സുഖമാണ് ഇതൊക്കെ കേൾക്കാൻ തന്നെ. എത്ര ഭാഗ്യവാന്മാരാണ് നമ്മളൊക്കെ. അനുഭവങ്ങൾ വരുന്നു, പറയുന്നു, നിങ്ങളോട് ഇതിനെക്കുറിച്ചൊക്കെ സംവദിക്കുന്നു, കുറച്ച് വാക്കുകൾ എൻ്റേതായിട്ട് ഞാൻ കൂട്ടിച്ചേർക്കുന്നു. അവസാനമാകുമ്പം അത് അങ്ങനെ അങ്ങോട്ട് പറയുകയാണ്. ഞാൻ ഓഡിയോ പിടിക്കുക പല സമയത്തും രാത്രിയിലാണ് കേട്ടോ. രാത്രിയിൽ ചിലപ്പം പുലർച്ചെ അവരുടെ പ്രകൃതി പോലും നിശബ്ദമായിരിക്കുന്ന സമയത്താണ് നമ്മൾ ഓഡിയോ പിടിക്കുക. അപ്പം ഭഗവാനായിട്ട് കൂടുതൽ അടുത്ത് മനസ്സുകൊണ്ട് നമുക്ക് യാതൊരു ശല്യവുമില്ലാതെ, ഒരു സംസാരവും ഒന്നുമില്ലാതെ നമുക്ക് ഓഡിയോ പിടിക്കാൻ സാധിക്കും. എന്താ കഥ, ഒന്നും പറയാനില്ല. പിന്നെ ചേച്ചി വാട്സപ്പ് ഗ്രൂപ്പിലുള്ളതാണ്. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ്